യഹൂദനെ കൊന്നാൽ പാപം അവസാനിക്കും. എൻ്റെ മകൻ്റെ മാംസം ഞാൻ ഭക്ഷിച്ചു. നൈജീരിയ മുതൽ ഇന്ത്യ വരെ മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. വേദന കൊണ്ട് ജനിച്ച കുഞ്ഞുങ്ങളെ കൊന്ന് കറിവെച്ച് തിന്ന ഒരു ജനതയാ ഇസ്രായേൽ ജനത. ഈ തലമുറയിൽ മനുഷ്യൻ മധ്യാകാശത്തിൽ എടുക്കാൻ പോകുന്ന ഏലിയാവ് പോയതുപോലെ മത്തായി സുവിശേഷം 24, 32, 33, 34 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചട്ടെ. ബൈബിൾ കൂടെ എടുക്കണം. ആത്മീയമന്ന വെള്ളറടെ ഇരിക്കുന്ന പോലെ വായിക്കാൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിന്റെ കൊമ്പിളതായി ഇസ്രായേൽ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന്. കിടക്കുന്ന അതാ അന്തിമ യുദ്ധം ഇന്ന് നടക്കാൻ പോവാ. ദുബായിൽ നിന്നൊരുത്തനെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. എല്ലാവരെയും അടിക്കാൻ ഇസ്രായേൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അത്തയെ നോക്കി ഒരു ഉപമ പഠിപ്പ്. അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ പത്രത്തിൽ കാണും, ഇസ്രായേൽ ഇല്ലാത്ത ദിവസമില്ല, നാളെയും കാണും. അടുത്തത് അങ്ങനെ നിങ്ങൾ വായിച്ചാട്ട് മക്കളെ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. ആന്റിക്രൈസ്റ്റ് മൈക്രോചിപ്പുമായി വരുന്നു. അടുത്ത വാക്ക് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇതെല്ലാം തോലടിയിലെ ദൈവമക്കളെ കാണും. കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് മർഡറും ലെബനോണിലെ പേജർ സ്ഫോടനം ഈ വഴിത്താരമൊത്തം ഞാൻ പ്രസംഗിച്ചതാ. അതുകൊണ്ട് അത് വേറെ വിഷയം എടുക്കുന്ന. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ലെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാ. ഇതിനകത്തിരിക്കുന്ന എനിക്കും മരണം, ജസ്റ്റിൻ കുമാർ പാസ്റ്ററും മരണം, എന്റെ സഹോദരൻ ഇവിടെ പുഷ്പരാജ് ബ്രദർ ഇരിക്കുന്ന ഞങ്ങൾക്ക് മരണം പിടിക്കാവും. എന്നാൽ ഒരു കാര്യം പറയാം, ഈ തലമുറ മരണം വഴിയായി പോകത്തില്ല. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ, നാളെ പറയാം. മിക്കവാറും 90 വയസ്സുള്ള അഭിച്ചായമാരൊന്നും മരണം വഴിയായി പോകത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ശവപ്പെട്ടിയും വരത്തില്ല, നിങ്ങളുടെ മൂക്കിൽ പഞ്ഞിയും വെക്കത്തില്ല, കാരക്കോണത്ത് വെന്റിലേറ്റർ കൊണ്ട് 23 പ്രിയൂണും അടിക്കത്തില്ല. ഈ തലമുറയിൽ മനുഷ്യൻ മധ്യാകാശത്തിൽ എടുക്കാൻ പോകുന്ന ഏലിയാവ് പോയതുപോലെ ദാണ്ട ഈ തലമുറ മരണം വഴിയായി പോകത്തില്ല. അതിനു മുമ്പ് കാന്തൻ വരാൻ പോകുന്ന സംഭവങ്ങൾ. അടുത്തത് വായിച്ചിട്ട് മോളെ. ഒഴിഞ്ഞു പോകുകയില്ലെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. യേശു പറയുന്ന അടുത്തത് ആകാശഭൂമി ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എത്ര ക്ലിയർ ആയിരിക്കുന്നു. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അടുത്ത കർത്താവ് നാളെ വരുമെന്ന് സജു ചാത്തന്നൂർ പറഞ്ഞ എന്റെ പേര് കള്ളനെന്നാ. സ്വത്രം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ, അയ്യോ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും ആ കൂടെ വരുന്ന ദൂതന്മാർക്കും പുത്രനും കൂടെ അറിയുന്നില്ല. വരുന്ന യേശുവിന് പോലും അറിയത്തില്ല എപ്പോ വരുന്നെന്ന്. അന്നേരം മുണ്ടക്കയത്തുകാരൻ കുന്നത്തുകാല് സ്റ്റേഡിയത്തിൽ എന്ന് പറയുന്ന കർത്താവ് 2025 വരുന്നു. അവന്റെ പേരാ കള്ളപ്രവാചകൻ. സ്വത്രം. നാളും നാടികയും കൂട്ടി. യേശുവിന് അറിയത്തില്ല യേശുവ വരുന്നെന്ന്. വരവിന്റെ ലക്ഷണങ്ങൾ. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് കുഞ്ഞൻ. നോഹയുടെ കാലം പോലെ തന്നെ. അതായില്ലേ നോഹയുടെ കാലം. എന്നെക്കാൾ പ്രായമുള്ള അച്ചായന്മാർ വിട്ടിരിക്കുന്നില്ലേ, സഹോദരങ്ങൾ വിട്ടിരിക്കുന്നില്ലേ. സ്വത്രം. എന്താ അതിന്റെ പ്രത്യേകത? 2015 മുതൽ നിങ്ങൾ പത്രം മാത്രം വായിച്ചാൽ മതി. എല്ലാ ദിവസവും ഇല്ലയോ യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, റെഡ് അലർട്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒക്ടോബറിലും നവംബറിലും അമ്മമ്മയ്ക്ക് അറിയത്തില്ലയോ, റബ്ബറും വെട്ടി മരച്ചീനിയും ഉറക്കി കുരുമുളകും പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എപ്പോഴാ മഴ വരുന്നതെന്ന് അറിയത്തില്ല. വെള്ളറുടെ മഴ, കുന്നത്തുകാലി നല്ല ഉണക്ക്, ചെമ്പൂരി മഴ, അത് കഴിഞ്ഞിട്ട് ഒറ്റശേഖരമംഗലത്ത് നല്ല ഉണങ്ങിയ അന്തരീക്ഷം. ഇതിന്റെ അർത്ഥം അമ്മമ്മ നോകയുടെ കാലം. അവന്റെ അനിയൻ ഇപ്പൊ കാറ്റും വരുന്നത്. അപ്പുറത്ത് പറഞ്ഞ അരുമയാണ് പുയൽ இந்த நாட்களிலே வந்திருக்குது. நம்ம பெண் குழந்தை பேரெல்லாம் இந்த நாட்களில் புயலுக்கு வந்திருக்குது. ரீதா, கத்ரீனா, பில்மா, கார்பி, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേവി, ടൗട്ടെ. മനസ്സിലാകുന്നവർക്കായി. കഴിഞ്ഞ ആഴ്ച വെള്ളറടയിലെ പയ്യന്റെ പേരും വന്ന് പാസ്റ്റർ ബിപിൻ ചോയ്. അപ്പം പെങ്കൊച്ചിനൊരു ദുഃഖം. அதுக்கு தான் കഴിഞ്ഞ 2 നാൾക്ക് പുറകെ അരുമயான ഒരു പുയൽ അടിച്ചിരിക്കുക. അത് താൻ ദാനാ ചുഴലിക്കാറ്റ്. മനസ്സിലാകുന്നവർക്കായി. ബാക്കി നാളെ പറയാം. സ്വത്രം. പത്രം വായിക്കണം, സ്വപ്നയുടെ സ്വർണം വായിക്കാതെ ഇതെല്ലാം വായിര്. കർത്താവിന്റെ വരവ് അടുത്തുപോയി. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ ആസ്പദമായി 3 മരങ്ങളോട് ഇസ്രായേലിനെ ഉപമിച്ചു. ഇനി യഹൂദനിലേക്ക് സന്ദേശത്തിലേക്ക് അടക്കാം. ഒന്നാമത്തെ മരം അത്തിയുടെ പ്രത്യേകത അവന്റെ രാഷ്ട്രീയം കുഞ്ഞു വായിക്കത്തില്ല. ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ അവന്റെ രാഷ്ട്രീയം. 2 അവന്റെ സൗന്ദര്യം. മുന്തിരി പറഞ്ഞു തരാ. അവന്റെ ആത്മീയ മുന്തിരി. യോഹന്നാൻ 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെ അവൻ വെട്ടിക്കളയുന്നു. ബൈബിളും പ്രവചനവും. 2ാമത്തെ പ്രവചനം മുന്തിരി. 3 അവന്റെ സൗന്ദര്യത്തിന്റെ പ്രത്യേകത. നിങ്ങളെല്ലാം വായിക്കുന്ന സങ്കീർത്തനം. കല്യാണത്തിന് പോകുമ്പോൾ സങ്കീർത്തനം 128. പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ കല്യാണം കഴിയുമ്പോൾ ദൈവദാസൻ മംഗളസംഗീതം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നന്മ വരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം
കുന്നത്തുകാല് ബിവറേജസിൽ എത്തത്തില്ല, ഭാര്യ വീട്ടിനകത്ത് ചന്ദനമഴ കാണത്തില്ല, മക്കൾ നെയ്യാറ് ചൂണ്ടയിടാൻ പോകത്തില്ലെന്ന് മനസ്സിലാകുന്നവർക്കായി കുടുംബ പ്രാർത്ഥനയെ പറ്റിയാണ് ഇത് പറയുന്നത്. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, നീ ഭാഗ്യവാ. നിനക്ക് നന്മ വരും നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്ത്. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും സൗന്ദര്യം. ഇതാ പാറശാല ഷീല കല്യാണ മണ്ഡപത്തിൽ കല്യാണത്തിന് അവസാന സങ്കീർത്തനം പെങ്കൊച്ചു ചെറുപ്പക്കാരനോട് അവിടെ നിൽക്കുമ്പോൾ, നിങ്ങൾ അവിടെ പോവും ബിരിയാണി തിന്നാൻ പോകും, ഞങ്ങൾ അവിടെ പോവും കവർ മേടിക്കാൻ പോകും. സ്വോത്രവും ഏറ്റവും നല്ല സങ്കീർത്തനമാ ബൈബിളിനകത്ത്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 3 മരങ്ങളോട് ഇസ്രായേൽ, 1 അത്തി, 2 അതിൻ്റെ മുന്തിരി, 3 ഒലിവ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യം 5 കോടതികളിൽ, ഇവിടം തൊട്ടാണ് നമ്മുടെ കൺവെൻഷന്റെ പ്രഭാഷണം. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. കയ്യാഭാവിന്റെ അരമനെ, പുരോഹിതന്മാരുടെ അരമന, പീലാത്തോസിന്റെ അരമനെ, ഹേരോദാവിന്റെ അരമന, പള്ളിപ്രമാണിമാരുടെ അവരമന. അവിടെ എൻ്റെ ദാതരെ കൊണ്ടുവന്ന് യഹൂദൻ ചിതറുന്നു. അന്ന് യഹൂദ പരീക്ഷകൾ വിളിച്ചൊരു കാര്യമുണ്ട്. 2 കൂടുകൾ പീലാത്തോസിന്റെ അരമനയിൽ. ശ്രദ്ധയോടെ ഇരിക്കണം. ഇതാ പ്രസംഗം ഇസ്രായേൽ. 1-ാമത്തെ കൂട്ടിനകത്ത് ആര്? വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. 2 ബറബാസ്. ഇത് തന്നെ അന്ത്യനാള്. 1 എതിർ ക്രിസ്തു, 2 മണവാളൻ ക്രിസ്തു. ഇത് 2 കാണിക്കുന്നത് പീലാത്തോസിന്റെ അരമന. അന്ന് യഹൂദൻ നിലവിളിച്ചൊരു കാര്യമുണ്ട്. വായിച്ചട്ട് മക്കളെ, മത്തായി 27:25 വാക്യം. യഹൂദൻ നിലവിളിച്ചു. വായിച്ചട്ടെ. അവന്റെ രക്തം, വായിച്ചോ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെ ഉത്തരം കിടക്കുന്നു. പീലാത്തോസിന്റെ അരമനെ. പീലാത്തോസിന്റെ ഭാര്യ നല്ല അമ്മമ്മയായിരുന്നു. വാട്സപ്പ് ഞെക്കുന്ന അമ്മമ്മയിൽ. അവർക്ക് എവിടുന്നോ വിവരം കിട്ടി ഈ കൂട്ടിനകത്ത് നിൽക്കുന്നത് ഒരു തെറ്റും ചെയ്യാത്തവന്. അമ്മമ്മ അച്ചായന് പെട്ടെന്നൊരു മെസ്സേജ് ലെറ്റർ വഴി കൊടുത്തു വിട്ട്, അച്ചായ നമുക്ക് പിള്ളേരുള്ളതാ, ഈ ദൈവ മനുഷ്യൻ അഥവാ യേശു ക്രിസ്തുവിന്റെ രക്തത്തിനകത്ത് നീ ഒരു കാര്യവും എഴുതരുത്. അപ്പം വീണ്ടും പീലാത്തോസ് പറഞ്ഞ്, നമ്മൾ പെറ്റി കൊടുക്കുന്ന പോലെ 2 അടി കൊടുത്ത് വിട്ടേക്കാവും. യഹൂദജനം ആർപ്പെട്ടു. ബറബാസിനെ വിട്ടു തരിക. സ്വോത്രം. യേശുവിനെ ക്രൂശിക്കുക. ശാപം മേടിച്ചു. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വഞ്ചൂർ കോടതിയും കാട്ടാക്കടയും ജഡ്ജി വിധി എഴുതിയാൽ ടേബിളിൽ നിന്ന് എഴുന്നേക്കത്തില്ല, ടൈപ്പ് ചെയ്യാൻ കൊടുക്കും. പീലാത്തോസിന്റെ ചരിത്രം പറഞ്ഞു തരാം. അവൻ യേശുവിന് വേണ്ടി ക്രൂശിക്കാൻ കൊടുത്തിട്ട് അവൻ താഴെ ഇറങ്ങി വെള്ളമെടുത്ത് കൈ കഴുകുന്ന ഇസ്രായേലിന്റെ ചരിത്രം. അർത്ഥം ഇതിനകത്ത് ഞാൻ ഭാഗവാക്കേ അല്ല, ശാപം കയറും. ഈ യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. AD 30 മുതൽ അവർ പ്രശ്നത്തിലായി. AD 70 ചിതറാൻ തുടങ്ങി. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. 1-ാമത്തെ അവന്റെ തകർച്ച ആലയത്തിനകത്ത്. ഇസ്രായേലിന്റെ 1-ാമത്തെ ദേവാലയം. ആ ദേവാലയത്തിന്റെ പേരായിരുന്നു പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, സമാഗമന കൂടാരം. 2-ാമത്തെ ദേവാലയം. ശ്രദ്ധയോടെ ഇരിക്കണമേ. ആ ദേവാലയം ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം. BC 606 നെബൂഖദ്നേസർ അതിനെ തകർത്തു. 3-ാമത്തെ ദൈവാലയം കോരശെൻഡയുടെ യസ്രാ, നഗമാവ്, സെറബാബേൽ, നഗമ്യാവ് ഇവരിൽ കൊണ്ടെല്ലാം പണിയിപ്പിച്ച ദൈവാലയം. ലോകത്തിന്റെ ഭരണവും ബൈബിളും. ദാനിയേൽ പ്രവചനം 7 മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ചു നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം താമ്ര. ബാബിലോൺ, മേദ്യപാർഷ്യ, ഗ്രീസ് കഴിയുമ്പോൾ റോമാക്കാരുടെ ഭരണകാലത്ത് ഹേരോദാവ് 46 വർഷം കൊണ്ട് പണിയുന്ന ദൈവാലയത്തിൽ യേശു ഓശാന പ്രഭാഷണം നടത്തി. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. മക്കളെ, ഇവിടെ 1-ാമത്തെ പ്രവചനം നിവർത്തിയാകുന്നു. AD 68 ടൈറ്റസ് തീത്തോസ്ഥിതിയൻ മലയാളം. അവൻ എന്ത് ചെയ്തു? ആലയത്തെ ആക്രമിക്കാൻ വന്നു. യെരുശലേം കോട്ടയുടെ മുൻപിൽ മുഴുവൻ എന്തോ ചെയ്തെന്നറിയാമോ? പടകൾ നിരത്തി. യെരുശലേം ആലയം തകരാൻ പോവാ. അന്നൊരു സംഭവം നടന്നു. അവൻ അവിടെ പട നിരത്തിയപ്പോൾ ഒരു ദൂതൻ വന്ന് പറഞ്ഞു, നിന്റെ അപ്പൻ മരിച്ചുപോയി, അതുകൊണ്ട് എന്താ ചെയ്യുക? അപ്പൊ ടൈറ്റസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാൽ ഇപ്പൊ ആക്രമണം വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഈ ടൈറ്റസിന്റെ ആക്രമണം കണ്ടുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഓശാന പ്രഭാഷണം കേട്ടവർക്ക് മനസ്സിലായി ഈ പള്ളി തകരുമെന്ന്. അന്ന് പള്ളിക്കകത്തുള്ളവർ, ഇസ്രായേലിൽ ഒരു മലയുണ്ട്, ആ മലയുടെ പേര് പെല്ലാ മല. അവിടുത്തെ ഓടിപ്പോയെങ്കിൽ അതൊരു നിഴലെങ്കിൽ ഇന്ന് രാത്രി തോലടിയോട് ഞാൻ പറയുന്നു, 3-ാം ലോകമഹായുദ്ധത്തിന്റെ ശങ്കുലി ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ നിത്യവീട്ടിൽ കൊണ്ടുപോകുക. ഞങ്ങളുടെ കാന്തൻ മധ്യാകാശത്തിൽ വരും. സ്വോത്രം. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതിനോടനുബന്ധിച്ച് അടുത്ത കാര്യം കേട്ടാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, AD 70 ടൈറ്റസ് വന്നു, ദേവാലയം തകർത്തു. ഇന്ന് ഈ ഹമാസ് ഇസ്രായേൽ സംഘടനം എന്തിനാ? യെരുശലേമിന്റെ ആലയത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് അവസാന രാത്രി ഞാൻ പറഞ്ഞു തരാം, കൃത്യോടെ കേൾക്കണം. എന്താ കാര്യം എന്ന് പറയുന്ന, അന്ത്യദിനത്തിലേക്ക് ലോകം പോന്നു. ഹമാസ് ഇസ്രായേൽ ഇന്തിഫാദ വരാൻ പോകുന്ന എതിർക്കസുവിലേക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യഹൂദന് ദേവാലയമില്ല. 1, അവന്റെ വിലാപം അതിലുണ്ട്.
ശലോമോന്റെ കാലത്തുള്ളത്. അതിനകത്താ ഇന്ന് മോശയുടെ കുഞ്ഞുമക്കളുണ്ട്. ഹസദീക്ക്, ഹർദീക്ക്, നെട്ടൂരി കർത്ത. അവന്മാരെ കറുത്ത ഡ്രസ്സിട്ട് തലയിൽ തൊപ്പിയും വെച്ച് ആലയം തകർന്നതിന് ചുരുള് വെച്ച് തല കല്ലിലിടിക്കുന്നു. യഹൂദന് ദേവാലയമിൽ അത്തിതളർത്തു കൊമ്പിളതായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു വാതിൽ, യേശു കയറിയ വാതിൽ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ പറയാൻ അവൻ മടങ്ങി വരും. ആ വാതിൽ തുറക്കാൻ 1967 ജോർദാനിലെ ഹുസൈൻ രാജാവ് പദ്ധതി വെച്ചു. പക്ഷേ രക്ഷയില്ല, തുറന്നില്ല. വായിക്കാം എവിടെ? എസെക്കേൽ പ്രവചനം 44:1-2. യഹൂദന്റെ ആലയത്തിന്റെ വാതിൽ വായിച്ചിട്ട് മോളെ. എസെക്കേൽ പ്രവചനം 44:1-2. യഹോവയായ കർത്താവ് വായിച്ചട്ടെ. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിലെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, അപ്പോൾ യഹോവ എസെക്കേലിനോട് പറഞ്ഞ്, ഇതാരും വായിച്ചട്ട് മോളെ, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അത് തുറന്നിട്ടില്ല. അടുത്തത് യഹോവയായ കർത്താവ് വായിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ സങ്കീർത്തനം 24 വായിക്കുന്നത്. അവൻ മടങ്ങി വരും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. കരമുയർത്തുന്നവർക്കായി പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പി. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഒന്നാമത്തെ ശാപം ദേവാലയം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. AD 70 മുതൽ യഹൂദൻ ചിതറി. ഇനി ആ കഥ കേട്ടോണം. നല്ല കഥ. 6 വാക്യം പടപട വായിക്കുമ്പോൾ ഇടവേള ബാക്കി 2 കൂടെ പറഞ്ഞ് ശ്രോത്രാഴ്ച എടുത്ത് അവസാനിപ്പിക്കാം. ബാക്കി നാളെ. അവൻ ചിതറാൻ തുടങ്ങി. എവിടെ തുടങ്ങി? കൊച്ചി, മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ യഹൂദൻ ചിതറാൻ തുടങ്ങി. ഈ കഥ എല്ലാവരും കേൾക്കണം. അവന്റെ ചരിത്രം. ചെന്നിടത്തെല്ലാം പീഡിപ്പിക്കപ്പെട്ടു. നല്ല പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്ത് വന്നവർ ദൈവത്തോട് മറുതലിച്ചപ്പോൾ അവനെ ദൈവം വെട്ടിക്കളയാൻ തുടങ്ങി. ഓരോ സ്ഥലങ്ങളിലും. ഇന്ത്യയിലെ മട്ടാഞ്ചേരി മുതൽ എവിടം വരെ വന്നെന്നറിയാമോ? ആഫ്രിക്കയിലെ നൈജീരിയ. കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മിസ്റ്റർ K. കരുണാകരൻ. അദ്ദേഹം മത്സരിച്ചൊരു മണ്ഡലമുണ്ട് തൃശ്ശൂരിൽ. മാള മലയാളമല്ല, സംസ്കൃതമല്ല, ഒന്നുമല്ല. മാള യഹൂദന്റെ പദമാ. മാ ഇലാഹ, അലയുന്ന യഹൂദൻ. അതായത് തിരുവനന്തപുരത്ത് സൂപ്പർ ഫാസ്റ്റ് മാളയിലേക്ക് സ്വോത്രം. അവിടെ കിടപ്പുണ്ട്. ചാലക്കുടി, അങ്കമാലി, കറുകുറ്റി, കൊരട്ടി യഹൂദന്റെ വീടുകൾ അടച്ചിട്ടിരിക്കുക. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ മൊട്ട കച്ചവടക്കാർ യഹൂദന്മാരായിരുന്നു. ഇന്ത്യ മാത്രം അവർ ഒരു പരുവത്തിൽ കൊണ്ടുപോയി. ബാക്കി മനസ്സിലാക്കണം. നാട്ടിലെല്ലാം അവർ അലഞ്ഞു. പല്ലിയും പാമ്പും ചെരുപ്പിന്റെ ബാറും അവർ തിന്നുകൊണ്ടിരുന്നത്. പിന്നെ ചക്രവർത്തിമാർ. ഇറാനിലെ ഹാമാൻ, ഇറാഖിലെ, അത് കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ, അത് കഴിഞ്ഞ് റഷ്യയിലെ ചക്രവർത്തിമാർ കണ്ടവനെ എല്ലാം അങ്ങ് ഞെരിച്ചു കളഞ്ഞു. അതിനുശേഷം വേറൊരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. ഒരു കുടിലിനകത്ത് അവിഹിത ഗർഭമുണ്ടായാൽ യഹൂദനെ കൊന്നാൽ പാപം അവസാനിക്കും. വീട്ടിനകത്ത് കുറ്റം വന്നാൽ യഹൂദനെ കൊന്നാൽ പാപം അവസാനിക്കും. അത് കഴിഞ്ഞ് ബ്രിട്ടനിലെ മാർക്കറ്റിനകത്ത്, ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, ഈ ജനതയെന്നാണ്. ബ്രിട്ടനിലെ മാർക്കറ്റിനകത്ത് സോപ്പ് ഉണ്ടാക്കി. ലൈബോയും റെക്സോണയല്ല. യഹൂദന്റെ കയ്യും കാലും വെട്ടി കുന്നത്തുകാലും പനച്ചുമൂടി ചന്തക്കകത്ത് ഹല്ലേലൂയ മട്ടൻ തൂക്കിയിട്ടുന്നത് പോലെ യഹൂദന്റെ കയ്യും കാലും വെട്ടിയിട്ടുന്നത്. ആ സോപ്പ് അതിനകത്ത് കിട്ടിയ കൊഴുപ്പെടുത്ത ബ്രിട്ടനകത്ത് സോപ്പ് ഉണ്ടാക്കിയത് കണ്ടോ? ദൈവത്തോട് മറുതലിക്കുന്നവന്റെ അവസ്ഥ. അതിനുശേഷം വേറൊരു ചക്രവർത്തി ഉണ്ടായത് ഹിറ്റ്ലർ. 60 ലക്ഷം യഹൂദന്മാർക്ക് തൊഴിൽ കൊടുക്കാന്ന് പറഞ്ഞ് ജർമ്മനിയിൽ കയറ്റി. ഇവർ വിചാരിച്ചു നല്ല ചൂടായിരുന്നു. പൈപ്പ് തുറക്കാൻ പറഞ്ഞു. പൈപ്പ് തുറന്നപ്പോൾ വെള്ളമല്ല വന്നത്, ഗ്യാസ് അടിച്ച് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. ആത്തി തളിർത്തു കൊമ്പിളതായി. ലോകത്തിന്റെ രാജ്യങ്ങൾ അവർ ചിതറാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. വായിക്കാവ്. വചനത്തോട് മറുതലിച്ച യഹൂദന് മേൽ വന്ന ന്യായവിധി. കറക്റ്റ് ബൈബിൾ എടുത്താട്ടെ. ആവർത്തന പുസ്തകം 28, 64, 68. അവർ മടങ്ങി വരുന്നത് എന്തിനാണെന്ന് അടുത്ത ദിവസങ്ങൾ. ആവർത്തന പുസ്തകം 28-ന്റെ 64-ഉം 68-ഉം കുഞ്ഞൊന്ന് വായിച്ച് സഹായിച്ചാട്ടെ. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ, കൊച്ചി മട്ടാഞ്ചേരി മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിലും ചിതറിക്കും. കിടക്കുന്ന അവന്റെ രക്തം ഞങ്ങളുടെ മേലും. ബൈബിൾ കോളേജ് നോട്ട് എഴുതണം. അതാ മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ 110 രാജ്യങ്ങളിൽ അവൻ ചിതറി. അടുത്ത വാക്ക്. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും. അബ്രഹാമിനോട് മെസൊപ്പൊട്ടേമിയയിലടുത്ത് ജാതി ആരാധന, വിഗ്രഹത്തെ ആരാധിക്കുന്നവനായിരുന്നു. അവനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ഏക സത്യ ദൈവത്തെ ആരാധിപ്പിക്കാൻ കൽപ്പന കൊടുത്തതാ ഇസ്രായേൽ പാളയം. നീയും നിന്റെ പിതാക്കന്മാരും വായിച്ചിട്ട് മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നീ സേവിക്കും. പുറപ്പാട് പുസ്തകം മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. കണ്ടോ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും. പെന്തിക്കോസ്തുകാർ കേട്ടാട്ടെ, കർത്താവ് വരാറായി. അടുത്ത വാക്ക്. അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അടുത്ത വാക്ക് വായിച്ചോ. ആ ജാതികളുടെ ഇടയിൽ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല. അയ്യോ, നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. നിന്നെ കണ്ടു കഴിഞ്ഞാൽ കൊന്നുകളയും.
ഒരു കുടിലിനകത്ത് കുഷ്ഠമുണ്ട്, യഹൂദനെ കൊല്ലും. ടൈഫോയിഡ് വന്നാൽ യഹൂദനെ കൊല്ലും. സകലരെയും തട്ടിക്കളയും ആ ജാതികളുടെ ഇടയിൽ. അടുത്ത വാക്ക്, നിന്റെ കാലിന് വിശ്രാമ സ്ഥലം ഉണ്ടാകുകയില്ല. നിൽക്കുമ്പോ അടുത്ത് അടി വരുമെന്ന് വെച്ചാൽ ഓടും. താണ്ട് ഒരു പട്ടണത്തിൽ നിന്ന് മറ്റേ പട്ടണത്തിലോട്ട് യഹൂദൻ ഓടും. എത്ര കാര്യം. അടുത്ത വാക്ക്, അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും. ഉറക്കമില്ല മക്കളെ. വിറയ്ക്കുന്ന ഹൃദയം എപ്പം കുത്തു കിട്ടുമെന്ന് അറിയത്തില്ല. അന്നത്തെ കാലത്ത് ഗർഭിണികളായ യഹൂദ സ്ത്രീകളുടെ വയറ്റിനകത്ത് വാളുകൊണ്ട് കുത്തിയിട്ട് കുഞ്ഞിനെ വലിച്ചെടുത്ത് കുത്തിക്കൊല്ലുന്ന കാലമാ. അതുകൊണ്ട് ആ വിറയ്ക്കുന്ന ഹൃദയം ഇതെല്ലാം മനസ്സിലാക്കണം. മടങ്ങി വരാൻ പോവാ. ഇതിന് പിന്നിൽ ദൈവകരം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മങ്ങുന്ന കണ്ണും. അടുത്തത്, നിരാശയുള്ള മനസ്സും തരും. ഇനി ഒരു നിരാശയായി. ഇനി ഞങ്ങൾക്ക് രാജ്യവും ഇല്ല, ഇവിടെ കിടന്ന് മരിക്കാൻ നിരാശയുള്ളത്. അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ. നിന്റെ ജീവൻ നിന്റെ മുമ്പിൽ തൂങ്ങിയിരിക്കും. ഏത് സമയം കൊല്ലപ്പെടുന്ന യഹൂദൻ, നൈജീരിയ മുതൽ ഇന്ത്യ വരെ മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. ഇതാ പീലാത്തോസിന്റെ അരമനയിൽ നിന്നിട്ട് ശാപം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും അനുഭവിക്കട്ടെ. അടുത്തത്, രാവും പകലും നീ പേടിച്ചു പാർക്കും. കണ്ടോ, രാവും പകലും ഉറക്കമില്ല. ആരെങ്കിലും ആക്രമിക്കാൻ വരുമെന്ന് കിളിവാതിൽ കൂടെ നോക്കുമെന്ന്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. പ്രാണഭയം നിന്നെ വിടത്തില്ല. ജീവന് വേണ്ടി നീ നിലവിളിക്കുമെന്ന്. പ്രാണഭയം. അടുത്ത വാക്ക്, നിന്റെ ഹൃദയത്തിൽ നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന നിമിത്തവും നീ കണ്ണാലെ കാണുന്ന കാഴ്ച നിമിത്തവും നേരം വെളുക്കുമ്പോൾ സന്ധ്യയെങ്കിൽ കൊള്ളായിരുന്നു എന്നും. നേരം വെളുത്താ വിചാരിക്കും രാത്രി ആയിരുന്നേ നല്ലതായിരുന്നു, സമാനത്തെ ഒന്ന് കടക്കാന്ന്. കേട്ടോ, നാടൻ മലയാളം. നേരം വെളുക്കുമ്പോൾ സന്ധ്യ ആവട്ടെ എന്ന് കൊള്ളാമെന്ന്. അടുത്തത് സന്ധ്യാകാലത്ത് നേരം വെളുത്തെങ്കിൽ കൊള്ളായിരുന്നു. സന്ധ്യാകാലത്ത് പറയും, കർത്താവേ നേരം ഒന്ന് വെളുത്തിരുന്നേ വെട്ടം കിട്ടിയാൽ രാത്രി വല്ലവരും കൊല്ലാൻ വരുമെന്ന് പേടിച്ച്. എത്ര ക്ലിയർ ബൈബിൾ വചനം. മോശയോട് മോശയോട് ദൈവം മോവാബ് സമഭൂമിയിൽ വെച്ച് എഴുതി കൊടുത്ത ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വായിക്കാൻ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എന്നും നീ പറയും. അടുത്തത്, കാണുകയില്ല എന്ന്. നീ നിന്നെ കാണുകയില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ വഴിയായി. നീ പറഞ്ഞ വഴിയെ യഹോവ നിന്നെ കപ്പൽ കയറ്റി മിസ്രയീമിലേക്ക് മടക്കി കൊണ്ടുപോകും. മിര്യാം തപ്പെടുത്ത് പാടി, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി കാണുകയില്ല, ആ കഷ്ടം ഇനി വരികയില്ല. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി കേട്ടോ, നീ ഇനി കാണുകയില്ലെന്ന് പറഞ്ഞ ദേശത്ത് നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? കൊണ്ടുപോയി. എവിടെ കൊണ്ടുപോകും? അവിടെ കൊണ്ടുപോകും. ഇതാ ഇസ്രയേലിന്റെ തകർച്ച മനസ്സിലാകുന്നവർക്കായി അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. അത് തീർന്നില്ല. അന്നത്തെ കാലത്ത് കൊടും പട്ടിണി. എല്ലാവരും കേൾക്കണം. കൊടും പട്ടിണിയായിരുന്നപ്പോൾ ഇസ്രയേലിനകത്തൊരു കഥയുണ്ട്. എല്ലാവരും കേട്ടാട്ടെ, എല്ലാവരും ഇത് കേൾക്കണം. പട്ടാളക്കാരെന്ന് ഇസ്രയേലിൽ കൂടെ മാർച്ച് പാസ് ചെയ്യുക. അന്ന് പട്ടാളക്കാർക്കും പട്ടിണിയാ. 3 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ കരയരുത്. ആ പട്ടിണിയായപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നല്ല ഈ മാംസത്തിന്റെ സ്മെല്ല് വരുന്നു. മാംസത്തിന്റെ സ്മെല്ല് വന്നപ്പോൾ പട്ടാളക്കാർ എവിടെ ചെന്നെന്നറിയാമോ? വീട്ടിനകത്ത് കയറി. അമ്മച്ചി ഒരു പ്ലേറ്റിനകത്ത് നല്ല മാംസം കഴിക്കുന്നു. പട്ടാളക്കാരത് പിടിച്ചു വാങ്ങിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി. അമ്മച്ചി പറഞ്ഞു, അയ്യോ അത് കഴിക്കരുത്. എന്താ കഴിക്കത്? അവർ കാണിച്ചു. 9 മാസവും 9 ദിവസവും 9 വിനാഴിക ഞാൻ നൊന്ത് പ്രസവിച്ച മകനെ ഞാൻ കഴുത്ത് ഞെരിച്ച് കൊന്നു. അവനെ കുട്ടുകത്തിനകത്തിട്ടിട്ട് ആ മാംസം വാർത്തെടുത്തിട്ട് ഞാൻ പൊരിച്ച് തിന്നുന്നത്. എൻ്റെ മകൻ്റെ മാംസം ഞാൻ ഭക്ഷിച്ചു. ബൈബിളിനകത്തുണ്ടോ അച്ചായ? വായിര് ലേവ്യ പുസ്തകം 26, 28, 29 വാക്യങ്ങൾ. സ്വന്തം അമ്മമാർ പട്ടിണി മൂലം കുഞ്ഞിന്റെ മാംസം തിന്നു. ഇസ്രായേലിന്റെ ചരിത്രം. എന്ന് രാത്രി വായിച്ചാട്ടെ. അടുത്ത വാക്യം ലേവ്യ പുസ്തകം 26, 29. കുഞ്ഞു വായി സഹായിക്കാം. ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും. ഞാൻ നിങ്ങൾക്ക് ക്രോധത്തോടെ വിരോധമായി നടക്കും. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. വായിക്കാം. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ഇതുവരെ കാണാത്ത യഹൂദന്റെ ശിക്ഷാവിധി AD 30 ശേഷം തുടങ്ങി AD 70 മുതൽ AD 135 വരെ ശിക്ഷാവിധിയുടെ കാലം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ ഇസ്രായേലിന്റെ ചരിത്രത്തിനകത്ത് ഒരമ്മ തന്റെ കുഞ്ഞിനെ വിശപ്പ് കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് കുട്ടികത്തിനകത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി തിന്നുന്ന പ്ലേറ്റ് ബ്രിട്ടന്റെ പട്ടാളക്കാർ പിടിച്ചപ്പോൾ അമ്മ കരഞ്ഞു, എൻ്റെ മകന്റെ മാംസം വേദന കൊണ്ട് ഞാനങ്ങ് തിന്നുക ഭക്ഷിക്കുക. എത്ര ക്ലിയറായി. ഇങ്ങനൊരു ജനതയായി ഇസ്രായേൽ. വീണ്ടും മോശ ആവർത്തന പുസ്തകം വായിച്ചാട്ടെ. തൻ്റെ പുത്രിമാരുടെ മാംസം സ്വന്തം മക്കളെ കൊന്നു തിന്നൊരു ജനത. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 53-ാമത്തെ വാക്യം വായിച്ചാട്ടെ മക്കളെ. യഹോവ നിങ്ങളുടെ ഇടയിൽ ശിക്ഷാവിധി, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ. വായിച്ചാ ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും 110 രാജ്യങ്ങൾ നിന്നെ ഞെരുക്കുമ്പോൾ. അടുത്ത വാക്ക്
നിരോധത്തെങ്കിൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നിന്റെ ഗർഭഫലമായ പുത്രന്മാരെയും പുത്രിമാരുടെയും മാംസം നീ തിന്നും. ഇത് കണ്ടോ മക്കളെ? ലോക ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളത് വെച്ച് ഞങ്ങൾ കരഞ്ഞൊരു ഭാഗമാ. ഒരു ലോക ജനത പോലും ഇത്രയും പട്ടിണി കടന്നിട്ടില്ല. വേദന കൊണ്ട് ജനിച്ച കുഞ്ഞുങ്ങളെ കൊന്ന് കറി വെച്ച് തിന്ന ഒരു ജനതയാ ഇസ്രായേൽ ജനത. അവർ മടങ്ങി വരുന്നെങ്കിൽ ഒരു അന്തിമ യുദ്ധത്തിന്റെ ചാലികൾ. അടുത്ത ഒരു പ്രവചനവും കൂടെ മനസ്സിലാക്കിക്കൊണ്ടു ഇങ്ങനെ നമുക്ക് സമയം കിട്ടൂ. യിരെമ്യാ പ്രവചനം 19:9 ബൈബിൾ ഉള്ളവരെടുത്താട്ട് ഇസ്രായേലിനെ പറ്റി കാണുമ്പോൾ ഒരു രാത്രി കൊണ്ട് മടങ്ങി വന്നതല്ല. യിരെമ്യാ പ്രവചനം 19:9 വായിക്കാം. അവരുടെ ശത്രുക്കൾ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നത് കിടക്കുന്ന എവിടെ ചെന്നാലും യവനെ കൊന്നുകളയും. അതിന്റെ അർത്ഥം എന്താ? കുഷ്ഠമുണ്ടേ പറ യേശുവിനെ ക്രൂശിച്ച ദേവന്മാരാ. അതുകൊണ്ട് എവനെ കൊന്നാൽ പാപം. ടൈഫോയിഡ് വന്നാൽ എവനെ കൊന്നാൽ പാപം. വീട്ടിനകത്ത് അവിഹിത ഗർഭം വന്നാൽ വഴിയെ കാണുന്ന യഹൂദനെ കൊല്ലും. യവനെ കൊന്നു കഴിഞ്ഞാൽ പാപത്തിന്റെ പരിഹാരം. കോലാട്ടുകുറ്റം മൃഗമല്ലായിരുന്നു, യഹൂദനെ പച്ചയ്ക്ക് കൊല്ലുന്ന കാലം. അത് കഴിഞ്ഞിട്ട് സകല മാർക്കറ്റിലും ബ്രിട്ടനിലും ജർമ്മനിയിലും മാർക്കറ്റിനകത്തെല്ലാം എന്താണെന്നറിയാമോ? സകല കൂട്ടക്കൊലകൾക്കകത്ത് റോമാ നഗരം വരെ നീറോ ചക്രവർത്തി ചുട്ടരിക്കുമ്പോഴും യഹൂദനെ കൂട്ടത്തോടെ കൊന്നവന്റെ മാംസം വിറ്റ് കാശാക്കി മാർക്കറ്റുകളിൽ തൂക്കി. അടുത്ത വാക്യം വായിച്ചാട്ട് മക്കളെ. അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. ഇതാ ലോക ചരിത്രം. ഇന്ന് രാത്രി കമ്പ്യൂട്ടർ അടിച്ചാൽ മതി. ലോകത്തിൽ സ്വന്തം മക്കളുടെ രക്തത്തിന്റെ മാംസത്തിന്റെ വിലയായി യഹൂദൻ തിന്നു. അതുകൊണ്ട് യേശുവിന്റെ ക്രൂശീകരണത്തിൽ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. മക്കളെ, ദൈവവചനം ഏറ്റെടുത്ത് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ ശാപം മേടിക്കരുത്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നീ ദൈവസഭയ്ക്ക് ഒന്നും കൊടുക്കണ്ട, ദൈവദാസൻ ഒന്നും കൊടുക്കണ്ട. വചനത്തോട് മറുതലിച്ചാൽ ദൈവം നിന്നെ ന്യായം വിധിക്കും. വായിക്കാം. ഇടവേളയിലേക്ക് ആദ്യം പോവുക. സങ്കീർത്തനം 50:22 കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 50:22 വരെ മടങ്ങി വരാൻ പോവുക. വായിക്കാട്ടെ. ദൈവത്തെ മറക്കുന്ന ഇത് ഓർത്തുകൊള്ളു. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. അടുത്തത് കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. വചനത്തോട് മറുതലിക്കുന്ന ആ ചായ അമ്മാമേ, ആരൊക്കെ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാലും ദൈവത്തോട് മറുതലിക്കുന്നവര് സ്വർഗം നിന്നെ കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിന്. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ 5 വൻകരകൾ ചിതറിയ യഹൂദനെന്ന് മടങ്ങി വരണം. അതിനാസ്പദമായി 1-ാം ലോകമഹായുദ്ധം വന്ന 1914 മുതൽ 19 വരെ ആ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവർ ഉയർക്കാറായി. ലോക രാജ്യങ്ങളിൽ ചിതറിക്കടന്ന യഹൂദർ പാലും തേനും എടുക്കുന്ന ഖനാൻ ദേശത്ത് വന്ന് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറുമായി ബെഞ്ചമിൻ നെതന്യാഹു കരം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ബൈബിൾ പ്രവചനം നിവർത്തിയായി. അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. വരാൻ പോകുന്ന ഒരു അന്തിമ യുദ്ധം ഇതിന്റെ പിൻപിൽ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ 3-ാം ലോക മഹായുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. എന്താ സംഭവം? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാഗ അതിർത്തിയിൽ വെച്ച് ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ അറ്റാഷമാര് പാകിസ്ഥാന്റെ കോൺസുലേറ്റുമാരെ അങ്ങോട്ട് കൊടുക്കും. അവിടുന്ന് ആരാ? ഇസ്ലാമാബാദിൽ നിന്നുള്ള ഇന്ത്യൻ അറ്റാഷമാരെ ഇങ്ങോട്ട് തരും. അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുക. എന്നാൽ അവിടെ ഒരു കൈമാറ്റ്. ഡൽഹിയിൽ നിന്ന് വണ്ടിക്കകത്ത് 40 പേരെ അവിടെ കൊണ്ടു നിർത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവരിവിടത്തേക്ക് കയറുമെന്നറിയാമോ? പാകിസ്ഥാൻകാരെ അങ്ങോട്ട് കൊടുക്കുക. ഇന്ത്യയിൽ നിന്നുള്ള മിലിറ്ററിയിലെ കോൺഫിഡൻസില് 40 അറ്റാഷമാരെ ഇന്ത്യൻ വണ്ടി കയറ്റ്. വാഗ ഗേറ്റ് അടയ്ക്കും, പതാക താഴ്ത്ത്. 8 മണിക്കൂർ കഴിഞ്ഞ വെടിവെപ്പെങ്കിൽ അന്തിമ ദിനം ഇസ്രയേലിന്റെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തോലടിയിലും കുന്നത്തുകാലും ഒരു സംഭവം നടക്ക്, ഒരു ഒഴിച്ചുമാറ്റം നടക്ക്. അതിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. അത്തി തളിർത്തു, കൊമ്പിളതായി അവൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി തോലടിയോട് ഒരു രാത്രി കൂടി കാലം തീരാറായി, കാന്തൻ വരാറായി. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറ്.